വാർത്തകൾ വിശദമായി നോക്കാം. വിജയുടെ റാലിക്കിടെയുണ്ടായ അപകടത്തിൽ 8 കുട്ടികളടക്കം 39 പേർ മരിച്ചു. 15 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരിൽ ചിലരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 107 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ലഭിക്കുന്നുണ്ട്. മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. പരിപാടി നടത്തിപ്പിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായിട്ടുള്ള ആരോപണങ്ങൾ പുറത്ത് വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മറുപടി നൽകിയില്ല. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ദുരന്ത ഭൂമിയിലാണുള്ളത്. അവിടെ നമ്മൾ രാവിലെ കണ്ടു ഹൃദയഭേദകമായ കാഴ്ചകൾ, പോലീസിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ച, ഒപ്പം തന്നെ സംഘാടകർ കാട്ടിയ അലംഭാവം. എന്തായാലും നിലവിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അരുൺ, അവിടെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ. രാഖി, തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ട് ഒരു 7:30 വളരെ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. തമിഴ് സിനിമ താരവും ഒപ്പം TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ വിജയുടെ പരിപാടിയായിരുന്നു. സംസ്ഥാന പര്യടനമാണ്. സെപ്റ്റംബർ 13-ാം തീയതിയായിരുന്നു ഇത് ആരംഭിച്ചത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഇന്നലെ 2 സ്ഥലങ്ങളിലായിരുന്നു. ഒന്ന് നാമക്കല്ലിൽ, പിന്നൊന്ന് കരൂരിൽ. നാമക്കല്ലിൽ രാവിലെ ആയിരുന്നു പരിപാടി. അതിനുശേഷം കരൂരിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ വിജയ് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പരിപാടിയിലേക്ക് വിജയ് എത്തിയത് 6 മണിക്കൂറോളം വൈകിയാണ്. നാമക്കല്ലിൽ എത്തിയത് ഉച്ചയ്ക്കോടെയാണ്. അതിനുശേഷം കരൂരിലേക്ക് എത്തുന്നത് വൈകിട്ട് 6 മണിക്ക് ശേഷം 6 മണി 7 മണിയോടുകൂടെയാണ് ഈ കരൂരിലേക്ക് എത്തുന്നത്. കരൂരിലെത്തിയതിന് ശേഷം ആ പരിപാടിയിലേക്ക് ആളുകൾ ഒഴുകി എത്തുകയും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലുമാണ് 39 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ പരിപാടി നടന്ന സ്ഥലത്തെ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. വളരെ ചെറിയ ഒരു റോഡാണ്. അതായത് കരൂരിൽ നിന്നും ഈറോഡ് ഭാഗത്തേക്ക് പോകുന്ന പാതയാണ്. ആ പാതയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ കരൂരിൽ നിന്നും ഈറോഡിലേക്ക് പോകുന്ന പാതയിലെ വേലിച്ചാമിപുരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ആ വേലിച്ചാമിപുരത്ത് ഈ പരിപാടിയിൽ പെട്ടെന്ന് തന്നെ വലിയ തിരക്ക്, അതിരാവിലെ മുതൽ തന്നെ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ വരികയും തുടർന്ന് വലിയ തിരക്കുണ്ടാവുകയും ആ തിക്കിലും തിരക്കിലും പെട്ടാണ് 39 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളുടെ ചെരുപ്പുകൾ, ബാഗുകൾ, വസ്ത്രങ്ങൾ, വിജയുടെ TVKയുടെ കൊടി, അതുപോലെ തന്നെ ഷോളുകൾ തുടങ്ങി ആളുകൾ അവരുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ തകർന്നിരിക്കുന്നു, സൈക്കിൾ തകർന്നിരിക്കുന്നു. തൊട്ടടുത്തുള്ള കടകമ്പോളങ്ങളുടെ മേൽക്കൂര ആ ഭാഗത്തൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ്. ഒരു ചുഴലിക്കാറ്റടിച്ചാൽ എങ്ങനെയായിരിക്കും ആ തരത്തിലുള്ള ഒരു നാശനഷ്ടങ്ങളാണ് ഇവിടെ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം സന്ദർശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൂടെയാണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നേരത്തെ നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളോട് സംസാരിച്ച ഇവിടുത്തെ നാട്ടുകാരായ ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്, ഈ പരിപാടിയിലേക്ക് എത്തിയ ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയേറെ ജനങ്ങൾ തടിച്ചുകൂടുന്ന സമയത്ത് മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതേസമയം തന്നെ പോലീസും സംസ്ഥാന സർക്കാരും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വിജയുടെ ഭാഗത്തു നിന്ന വീഴ്ചയാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് തമിഴ്നാട് സംസ്ഥാന DGP പറയുന്നത്. അതായത് വിജയ് താമസിച്ച് പരിപാടിയിലേക്ക് എത്തിയതാണ് ഇത്തരമൊരു അപകടത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് തമിഴ്നാട് DGP പറയുന്നത്. വിജയ് കൃത്യസമയത്തിന് ഏകദേശം 6 മണിക്കൂറോളം വൈകിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു അപകടത്തിന് വഴിവെച്ചത്. അതിന് കൃത്യസമയത്ത് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് DGP പറയുന്നത്. അതേസമയം തന്നെ പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. നിലവിൽ ഏതായാലും തമിഴ്നാട് സംസ്ഥാന സർക്കാർ ഈ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ അന്വേഷണത്തോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകുന്നതിനും ഒപ്പം പരിക്കേറ്റ ആളുകൾക്ക് 1 ലക്ഷം രൂപ നൽകുന്നതിനും തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ
ഈ അപകടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്ന സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ അപകടത്തിൽ 39 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ തമിഴ്നാട് പോലീസ് മേധാവി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. We will investigate first. Allow us to investigate. Okay, right? We'll investigate first and let you know. Okay. No, we will tell you after the investigation is over. Right? Okay. Yeah. No, the investigation has been done. No, we'll tell you after the investigation is complete. Okay. Right? Okay. We'll get back to you. 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 No mistake. No mistake. No mistake. We'll let you know. Okay. Yede. அதெல்லாம் விசாரிச்சு இப்போ சொல்றாங்க. We'll tell you after when the enquiry is done. Okay, right? Give us some time. Okay. So about 500 policemen here. 500 policemen here. Yeah. 500 policemen here. Yeah. 10,000. They have asked for 10,000. 500 people were there. வேறு டைம் பிறகு இப்போ நம்ம விசாரிக்கும் போது நிறைய பேர் 10 மணிக்கு வந்துட்டேன்னு சொல்கிறாங்க. காலைல 10 மணிக்கு வந்துட்டு சொல்கிறாங்க. 10 ஸோ அதனால் முழுசு ஃபுல்லாக விசாரிச்சப்போ தான் தெரியும். மார்னிங் 10 மணிக்கு க்ரௌட் வர ஆரம்பிச்சிருக்காங்க. ஸோ சோஷியல் மீடியாவில் 12 o'clock போட்டு தான் சொல்கிறாங்க. அதான் எல்லாம் இன்வெஸ்டிகேஷனில் கொண்டு வரணும், பார்க்கணும். சரியா? We have just started the investigation. So allow us to continue with the investigation for some time and we'll get back to you on these details. Okay, right? We'll just let us investigate first. Okay, allow us to investigate. Okay, right, yeah. How many members were dead? 39 right now. Yeah, 39. Yeah, 39. Injuries about, I think, 40 plus. I think 40, I'm just not sure. Some of them in private hospitals. Yeah. There may be one person in critical condition. Sir, yeah. but then sir, there are news saying that there was not enough number of police deployed. No, there was enough number of police, but the same place was a meeting by a previous political party. We had only about 150 policemen, and yesterday we had 500 policemen here. Okay. Yeah. See, we expected, because they say they gave a figure about 10,000, so we anticipated it could be around 15,000. Yeah. And there are reasons that there is no proper arrangements done. How far is that true, sir? Where? People are claiming that there was no police arrangement. That will investigate and let you know, because about sufficient policemen were given for this bandobast. What is the injury toll and the death toll right now, sir? 39 deaths so far. Yeah. Sir, you have seen the kind of crowd gather for Vijay and leaders like that in Tamil Nadu. So how can you isn't it police department and the government should have been involved? No, police has been making all the arrangements. We were providing elaborate bandobast wherever such rallies are being conducted by all political parties. So it's been going on smoothly. So we need to find out how this happened, right? Give us the time to find out. Okay. See, the thing is that one thing I come to know is that people have been gathering here from 10 o'clock in the morning. People said 12 o'clock. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് നമ്മൾ കേട്ടത്. നിലവിൽ പോലീസ് പറയുന്നത് വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. യാതൊരു തരത്തിലുള്ള വീഴ്ചയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അത് കൂടുതൽ അന്വേഷണങ്ങളിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ 500 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് ഈ വിഷയത്തിൽ പോലീസ്. അല്ലേ അരുൺ? എന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൃത്യമായ ഉത്തരം പോലീസ് പറഞ്ഞിട്ടില്ല. അതെല്ലാം പരിശോധിച്ച് അതിൽ കൂടുതൽ അപ്ഡേഷൻസ് പിന്നീട് നൽകാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ അപകടത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം അത് കൃത്യമായിട്ട് തന്നെ പോലീസ് പറയുന്നു. 39 പേരാണ് മരിച്ചിരിക്കുന്നത്. 40ഓളം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. ഒരാൾക്കാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ളത് എന്നുള്ളതാണ് പോലീസ് ഔദ്യോഗികമായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപകട സ്ഥലത്ത് നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനം വന്നതോടുകൂടെ തന്നെ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇത്രയേറെ ആളുകൾ, കുറച്ച് ആളുകൾ വരുമ്പോൾ തന്നെ അത്രയേറെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണിത്. അവിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏതായാലും ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ 2 ആളുകളുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ട്, ഒന്ന്
വിജയുടെ രാഷ്ട്രീയ പാർട്ടി 3 ഇടങ്ങളാണ് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി 3 ഇടങ്ങളിലാണ് അനുമതി തേടിയത്. ആ 3 ഇടങ്ങളിൽ ഒരിടത്ത് പരിപാടി അനുമതി നൽകിയില്ല. പിന്നീട് പോലീസും മറ്റും പറഞ്ഞ അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോഴും പോലീസ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് അനുമതി നൽകിയത് എന്നുള്ളൊരു ചോദ്യമാണ്. 10,000 പേരെ വരികയുള്ളൂ എന്ന് TVK പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ അനുമതി നൽകിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം. എങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ കൂട്ടമായി എത്തുന്ന പശ്ചാത്തലത്തിൽ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലിയറൻസ് അവസാന നിമിഷത്തിൽ പോലീസ് ഇത് അപകട സാധ്യതയുണ്ട്, വിജയ് ഇങ്ങോട്ട് വരരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോലീസിനോട് പറയാമായിരുന്നു. പക്ഷെ അത് അവിടെ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നേരത്തെ സംസാരിച്ച നാട്ടുകാരായ ആളുകളൊക്കെ പറയുന്നത് പോലീസുകാരുടെ സാന്നിധ്യം നന്നേ കുറവായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇങ്ങനെ അപകടത്തിൽ വഴിവെച്ചതിലെ ഒരു കാരണം എന്നുള്ളതാണ്. അതേസമയം തന്നെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെറിയൊരു സ്പേസിൽ എങ്ങനെയാണ് ഇവർ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം മുൻപ് അവർ പരിപാടി സംഘടിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതും തിരുച്ചിറപ്പള്ളിയിൽ ഉൾപ്പെടെ 60,000 1 ലക്ഷം ആളുകളാണ് വിജയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഇവിടെ എങ്ങനെയാണ് ഇവർ 10,000 പേരെ പങ്കെടുക്കുകയുള്ളൂ എന്ന് എഴുതി കൊടുത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആ പരിപാടിയിലേക്ക് ആളുകൾ ഇത്രയേറെ എത്തുന്ന പശ്ചാത്തലത്തിലെങ്കിൽ പോലും വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ആളുകൾ കൂടുതൽ എത്തുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു. കാരണം ഇവർ ഈ സ്ഥലത്ത് പരിപാടി നടത്തുന്നതിന് വേണ്ടി അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലേക്ക് നേരിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ആ കോടതിയിൽ മദ്രാസ് കോടതി കൃത്യമായിട്ട് തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതൊരു മൈതാനമല്ല, റോഡാണ്. ആ റോഡിലാണ് ഇത്രയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി, TVKയുടെ പരിപാടി നടൻ വിജയ് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്